ലാലേട്ടൻ വർഷത്തിലൊരിക്കൽ സ്ഥിരമായി വരുന്ന ഒരിടമാണ് ഗുരുകൃപ. ഇത്രയും ഡിസിപ്ലിൻഡ് ആയിട്ട് നമുക്കൊരു പേഷ്യൻ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല. നമ്മൾ ഒരു മാസം പഥ്യം വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് വിളിക്കും, ഇന്ന് 15 ദിവസം കഴിഞ്ഞു കേട്ടോ. അതേമാതിരിയാണ് ഞാൻ ഇരിക്കുന്നത്. പ്രകൃതി ദത്തമായുള്ള കാര്യത്തിനെ നമ്മൾ തടസ്സം ചെയ്യരുത്. അത് തടസ്സം ചെയ്താൽ ആരോഗ്യത്തിന് ഹാനികരമാണ്. രോഗങ്ങളൊക്കെ വരുന്നത് മനസ്സെന്നാണ്. എന്തുകൊണ്ടാണ് മൈഗ്രെയിൻ വരുന്നത്? ഒപ്പം തന്നെ അതിൻ്റെ ഒരു ചികിത്സാ രീതി എങ്ങനെയാണ്? നമ്മൾ പണ്ട് ഇത്ര ബ്രെയിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭക്ഷണം മുഴുവൻ കഴിച്ച് മൂക്കറ്റം പോയി കിടന്നുറങ്ങുന്നതിന് ഉറക്കത്തിന് ക്വാളിറ്റി കുറവാകും. സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം 3 നേരം ആഹാരം ധാരാളം. നോൺ വെജിറ്റേറിയൻ മോശമെന്നൊന്നും വെക്കേണ്ട, ആയുർവേദം അതൊന്നും പറയുന്നില്ല. കാരണം പഥ്യം എന്ന് പറഞ്ഞത് എല്ലാ ദിക്കിലും ഒരുപോലെയല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പൊ നമ്മൾ പൊതുവെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ആണ് പ്രശ്നക്കാരെന്ന് പറയുമ്പോൾ ഈ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളിലും പ്രശ്നക്കാരുണ്ട് എന്നുള്ളതാണ്. വെജിറ്റേറിയനിലുണ്ട്. ഇപ്പോൾ മനസ്സിന്റെ ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ധാരാ മുതലായുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാലോ, നല്ല തണുപ്പുള്ള ഒരു എണ്ണ തേച്ചാൽ സുഖമായി ഉറക്കം കിട്ടുമല്ലോ. നമ്മളുടെ അനുഭവമാണത്. ഇപ്പൊ നമ്മള് ഈ 1 വർഷത്തെ കാലാവധി പറഞ്ഞല്ലോ. ഈ 1 വർഷം ഇപ്പൊ ഈ കർക്കിടകത്തിലെ പൊതുവെ എല്ലാവരും ഇപ്പൊ ഒരു ചികിത്സ എടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചിരിക്കുന്നവരായിരിക്കും. ഒരുപാട് പേര് എടുക്കുന്നുണ്ടായിരിക്കും. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പദ്യങ്ങളൊന്നും പിന്നെ ഉണ്ടാവില്ല. പിന്നെ രാമൻ വീണ്ടും തെങ്ങുമ്പിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ ജീവിത രീതിയിലേക്ക് വീണ്ടും അങ്ങോട്ട് മാറുകയാണ്. അതുകൊണ്ട് ഈ ചികിത്സയുടെ ഗുണങ്ങൾ നഷ്ടപ്പെടുകയല്ലേ? സാധാരണ എത്ര ദിവസം ചികിത്സയോ അത്ര ദിവസം നല്ലരിക്ക വേണം. അതിന്റെ പകുതി മറുനല്ലരിക്ക വേണം. അപ്പോൾ 14 ദിവസം ചികിത്സിച്ചാൽ 14 ദിവസം നല്ലരിക്കയും അതിന്റെ പകുതി നല്ലരിക്ക നന്നായിട്ട് ഇരിക്കുക. നല്ലരിക്ക എന്ന് പറയുന്നത് നന്നായിട്ട് ഇരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. 7 ദിവസം മറുനല്ലരിക്കും. നിങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് മെല്ലെ 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 അങ്ങ് ചുവട് വെച്ച് പോവുക എന്നുള്ളത്. അപ്പൊ അല്ലാണ്ട് ഒരു ദിവസം പെട്ടെന്ന് ചാടി മറ്റേലേക്ക് കടന്നാൽ അത് ദേഹത്തിന് മോശമാണ്. കാരണം ഇതേവരെ ഇരുന്ന ശോധനയൊക്കെ കഴിഞ്ഞ് വളരെ സ്വസ്ഥമായുള്ളൊരു ശരീരത്തിനെ തീക്ഷ്ണമായുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമ്മളുടെ ഹോസ്പിറ്റലാകുമ്പോൾ പഥ്യമായിട്ട് എരിവ് പുളി ഒന്നുമില്ലാത്ത ആഹാരമൊക്കെ കഴിച്ചുള്ള ഒരാൾ 14 ദിവസം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം നല്ല പിക്കിളൊക്കെ കൂട്ടിയിട്ട് നല്ല ആഹാരം കഴിച്ചു, നോൺ വെജിറ്റേറിയനൊക്കെ കഴിച്ചു പറഞ്ഞാൽ അത് വിപരീതമാണ്, രോഗകാരിയാണ്. നമുക്കറിയാം, ആയുർവേദത്തെ സംബന്ധിച്ച് ചികിത്സയ്ക്കൊപ്പം വളരെയധികം പ്രാധാന്യമുള്ളതാണ് പദ്യം എന്ന് പറയുന്നത്. എന്താണ് പദ്യത്തിന്റെ ഒരു ഗുണങ്ങൾ? ഏതൊക്കെ രീതിയിലുള്ള പദ്യങ്ങളാണ് നോർമലി നമ്മൾ ജീവിതത്തിൽ ആചരിക്കേണ്ടത്? പഥ്യത്തിനെ പറ്റി വ്യാപകമായിട്ട് വളരെ വിപുലമായുള്ള ഒരു സ്റ്റഡിയാണത്, ഒരു പഠനമാണത്. കാരണം പഥ്യം എന്ന് പറഞ്ഞത് എല്ലാ ദിക്കിലും ഒരുപോലെയല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പോൾ നമ്മൾ ഇവിടെ കേരളത്തിലുള്ള പഥ്യമല്ല നമ്മൾ ഇംഗ്ലണ്ടിൽ പോയി വേണ്ടത്, അതല്ല ഹിമാലയത്തിൽ പോയാൽ വേണ്ടത്. കാലാവസ്ഥയ്ക്കനുസരിച്ചും അതാത് സ്ഥലത്ത് കിട്ടുന്ന പച്ചക്കറികളോ അല്ലെങ്കിൽ കിട്ടുന്ന ദ്രവ്യങ്ങളോ അനുസരിച്ചുള്ള പരമ്പരയാ ഉപയോഗിച്ച് വരുന്നൊരു രീതി ഉണ്ടാവും. അപ്പൊ നമ്മൾ പരമ്പരയായിട്ട് ഉപയോഗിച്ച് വരുന്ന നമ്മളുടെ ഭക്ഷണത്തിന്റെ ഒരു രീതി ഉണ്ടാവുമല്ലോ. വീട്ടിലായാലും ഉണ്ടാവും. രാവിലെ പണ്ടൊക്കെ ആണെച്ചാൽ രാവിലെ കഞ്ഞിയോ അല്ലെങ്കിൽ വെള്ളച്ചോറോ അങ്ങനെയൊക്കെയാണ് എൻ്റെ രീതി ഉണ്ടാകുന്നത്. ഈ ചായയും തോന്നില്ല. ഞാൻ അതിലേക്ക് പോകണം എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന സാമാന്യന ഭൂരിഭാഗം സാധനങ്ങൾ പണ്ട്, ഇപ്പം അതൊന്നുമില്ല, മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും വിഷം കുറഞ്ഞതായുള്ള പച്ചക്കറികൾ, പ്രത്യേകിച്ച് വയറ്റിന് ഹിതകരമല്ലാത്ത പച്ചക്കറികൾ, നല്ലോണം ഗ്യാസിനെയൊക്കെ ഉത്പാദിപ്പിക്കുന്നത്. അപ്പോൾ അതിന് പറയാച്ചാൽ വഴുതനങ്ങ അത്ര ഗുണവാനായിട്ടുള്ള സാധനമല്ല. അപ്പോൾ നമ്മൾ പൊതുവെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ആണ് പ്രശ്നക്കാരെന്ന് പറയുമ്പോൾ ഈ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളിലും പ്രശ്നക്കാരുണ്ട് എന്നുള്ളതാണോ? വെജിറ്റേറിയനിലുണ്ട്, നല്ലതുണ്ട്, മോശമായുള്ളതുണ്ട്. ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നല്ലോണം ഈ കടല എന്ന് പറഞ്ഞതുണ്ടല്ലോ, പുട്ടിന്റെ കൂടെ കഴിക്കുന്ന കടല, അത് വളരെ ഗ്യാസിനെ ഉത്പാദിപ്പിക്കുന്നതാണ്. അപ്പൊ അത് ധാരാളം കഴിച്ചാൽ വയറ്റിൽ ഗ്യാസ് നിറഞ്ഞ് നമുക്ക് അസ്വാസ്ഥ്യം ഉണ്ടാക്കും. നിങ്ങളുടെ വയറ് തകരാറായാൽ മൊത്തം തകരാറായി ഉറപ്പായിട്ടും. ഇനി നോൺ വെജിറ്റേറിയൻ മോശമെന്നൊന്നും വെക്കേണ്ട, ആയുർവേദം അതൊന്നും പറയുന്നില്ല. കഷായം കഴിക്കുമ്പോഴും അതൊന്നും ഇപ്പോൾ ഇത് കഴിക്കണ്ടെന്ന് പറയുന്നതല്ലോ. വിപരീത ഭക്ഷണങ്ങളാണോ? എന്തുകൊണ്ടാണ് കഷായങ്ങൾ കുടിക്കുമ്പോൾ മാംസാഹാരങ്ങൾ പാടില്ല എന്ന് പറയുന്നത്? ഇപ്പോൾ ഞാൻ അതിന് ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ നിറയെ തടസ്സങ്ങളുണ്ടെങ്കിൽ
എൻ്റെ യാത്ര മുടങ്ങും. തടസ്സം. അതുപോലെയാണ് നിങ്ങൾ പഥ്യമായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തരുന്ന മരുന്ന് അതിൻ്റെ പ്രവൃത്തിയായിട്ട് അത് മുന്നോട്ട് തടസ്സമില്ലാതെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മുതലായതിലേക്ക് അങ്ങ് കയറിപ്പോയി ശരീരം മുഴുവൻ കോശാന്തരങ്ങളിൽ വ്യാപിക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് തടസ്സം ഉണ്ടാക്കുന്ന എല്ലാത്തിനെയും നമ്മൾ വിടുത്തു, നിങ്ങളെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്യും. അതാണ് ചികിത്സയിലെ പഥ്യം എന്ന് പറയുന്നത് വ്യാപകമായുള്ള അർത്ഥത്തിൽ. ഇന്നത്തെ പുതിയ തലമുറയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞു, ഉറക്കക്കുറവ് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറുകയാണ് എന്നുള്ളതാണ്. കാരണം ഭക്ഷണം മര്യാദയ്ക്കല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ജോലിയുടെ ഭാഗമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു രീതിയുടെ ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എല്ലാവർക്കും ഉറക്കക്കുറവിന്റെ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ കൃത്യമായൊരു ജീവിത ശൈലിയിലേക്ക് എങ്ങനെയാണ് മാറിയെത്താൻ സാധിക്കുക? തലമുറയായിട്ട് നിങ്ങളുടെ ജീനിന്റെ ഉള്ളിലുള്ളതാണ് രാത്രിയായാൽ വിശ്രമിക്കുക എന്നത്. പ്രകൃതിയാണ്. നമ്മൾ അതിനെ അതിലംഘിക്കുമ്പോൾ രോഗകാരിയല്ലേ. നോക്കൂ, നിങ്ങൾ നിദ്രയെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, പക്ഷെ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒന്നും അറിയാത്തൊരവസ്ഥയല്ലേ. നിങ്ങളില്ല, ഈ ലോകമില്ല, ഒന്നുമില്ല. നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ സുഖമായി ഉറങ്ങിയെന്നറിയുന്നുള്ളൂ. അതുവരെ നിങ്ങൾ ഉറങ്ങിയോ ഉറങ്ങാതിരിക്കുകയോ എന്നുള്ള യാതൊരു ചിന്തയില്ല. ഒരു തരത്തിലുള്ള സമാധിയാണ്. ദൈവം അനുഗ്രഹിച്ച് തന്ന ഒരു കാര്യമാണ് ഈ നിദ്ര. യോഗികളൊക്കെ കിട്ടുന്ന ആ ഒരു അനുഭവം പോലെ തന്നെയാണ് ഇത് കണക്കാക്കേണ്ടത്. ഈ നിദ്ര നിങ്ങൾ അറിയുന്നില്ലല്ലോ, അവരത് അറിയുന്നു മാത്രം, അത്രയുള്ളൂ വ്യത്യാസം. പക്ഷെ നമുക്ക് ദൈവം തന്ന വലിയ അനുഗ്രഹമാണ് നിദ്ര. അതിനെ നമ്മൾ മാറ്റിമറിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാത്രി കിടന്നാലും ഉറക്കം വരാനാവും. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നു എന്ന് വെച്ചാൽ ജെറ്റ് ലാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പേഷ്യൻസുകാരുണ്ട്. 2-4 ദിവസമൊക്കെ കിടന്ന് രാത്രിയും പകലും ഉറക്കമില്ലാണ്ട് കിടന്ന് തിരിയാറ്. അപ്പോൾ നമ്മൾ പ്രകൃതിദത്തമായുള്ള കാര്യത്തിനെ നമ്മൾ തടസ്സം ചെയ്യരുത്. അത് തടസ്സം ചെയ്താൽ ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ അതിനെ മാറ്റിമറിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഉറക്കക്കുറവ് പ്രശ്നം പറയുന്നവരെ കൂടുതൽ പേരും പിന്നീട് ഉയർത്തുന്ന ഒരു പ്രശ്നമാണ് ഡിപ്രഷൻ. ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെയുള്ള ഒരു മാനസിക സംഘർഷം, അതിനിപ്പോൾ ഡിപ്രഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഡിപ്രഷൻ പോലെയുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾക്ക് അല്ലെങ്കിൽ അത് അസ്വസ്ഥ്യങ്ങൾക്ക് ആയുർവേദം എങ്ങനെയാണ് സഹായിക്കുക? നമ്മൾ ആദ്യം അതിൻ്റെ ചികിത്സ സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടും. അപ്പോൾ സൂക്ഷ്മമായുള്ള ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ചെല്ലുന്നതാണ് ചികിത്സ. അപ്പോൾ മനസ്സിൻ്റെ ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ധാര മുതലായുള്ള കാര്യങ്ങളാണ്. പിന്നെ മനസ്സിന് സമീകരിക്കാനുള്ള കഷായാദികൾ, ഗുളികകൾ, ഘൃതങ്ങൾ ഒക്കെ അകത്തേക്ക് കൊടുക്കുകയും അങ്ങനെ മനസ്സിനൊരു സമതുലിതാവസ്ഥ വരുത്താനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഈ ധാരയെ കുറിച്ചിട്ട് പറഞ്ഞു, എങ്ങനെയാണ് അത് മനസ്സിനെ ശാന്തപ്പെടുത്തുന്നത്? നിങ്ങളുടെ ചിന്തയുടെ പ്രഭവസ്ഥാനം എവിടെയാണ്? തലച്ചോറിലായിരിക്കാം അല്ലേ? അപ്പൊ തലച്ചോറിലേക്ക് നമ്മൾ ഔഷധങ്ങളിട്ട എണ്ണ 1 മണിക്കൂർ ആണ് സാധാരണ ധാര ചെയ്യുന്ന സമയം. ധാരാസമയം അതാണ്. അത് തുടർച്ചയായി 14 ദിവസം ചെയ്യുക. അപ്പൊ ഈ ധാര ചെയ്യുമ്പോൾ എണ്ണ അകത്ത് കിടക്കൊന്നുമില്ല കേട്ടോ, ഇനി വിചാരിക്കണം. അപ്പൊ എണ്ണയിലെ ഔഷധാംശം അത് മൈക്രോ ആ രീതിയിൽ അത് ഉള്ളിലേക്ക് പോയി നിങ്ങളുടെ തലച്ചോറിനെയും അതിൻ്റെ ചിന്താധാരകളെയും അവിടെയുള്ള പ്രവൃത്തികളെയും പുതിയ രീതിയിലെ മാഗ്നറ്റിക് എന്താ വെച്ചാൽ അതാണ് അതിനെയൊക്കെ സമീകരിക്കും. നിങ്ങൾക്കറിയാലോ, നല്ല തണുപ്പുള്ളൊരു എണ്ണ തേച്ചാൽ സുഖമായി ഉറക്കം കിട്ടുമല്ലോ. നമ്മളുടെ അനുഭവമാണത്. അത് എണ്ണ തേച്ചാൽ ധാര 1 മണിക്കൂർ ചെയ്താൽ സ്ഥിതി എന്താവും? ആലോചിച്ചു നോക്കും. കുറച്ചുകൂടി പീസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ സമാധാനപരമായിട്ടൊരു മാറ്റം അല്ലേ? ആ സമാധാനം നിങ്ങൾക്ക് എവിടെ നിന്ന് വരുന്നു? നിങ്ങളുടെ ചിന്തകൾ എപ്പോ സ്വസ്ഥമായിരിക്കും, മനസ്സെപ്പോ സ്വസ്ഥമായിരിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ സ്വസ്ഥമായിരിക്കും. രോഗങ്ങളൊക്കെ വരുന്നത് മനസ്സെന്നാണ്.
രാഗാദി രോഗ എന്നാ പറഞ്ഞത്. രാഗാദികളായിട്ട് രോഗങ്ങൾ എന്നാണ്. നിങ്ങൾ മനസ്സെന്നാണ്. നിങ്ങളുടെ ഉറക്കത്തിനെ നിങ്ങൾ കളയരുത്. കാരണം നിങ്ങൾക്ക് തരുന്ന ഒരു റെസ്റ്റാണത്. അപ്പം നിങ്ങൾ എല്ലാം ഷട്ട് ഡൗൺ ചെയ്ത് ഒന്നും അറിയാതെ ഇരിക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ മാനസിക സംഘർഷം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരുപാട് പേര് അതിന് ഗുളികകൾ കഴിക്കേണ്ട സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. ഇപ്പോൾ ബൈപ്പോളാർ ഡിസോർഡർ ആണെങ്കിലും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഡിസോർഡേഴ്സ് ഇന്ന് ഓർഡറായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇതിനൊക്കെ മരുന്ന് കഴിച്ചാൽ പിന്നെ അതിന്റെ ദൂഷ്യഫലങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതുമൂലം ഉണ്ടാകുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വേറെയും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പിരിമുറുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഏതൊരു ഘട്ടത്തിലാണ് നമ്മളൊരു ആയുർവേദ ചികിത്സയെ ഓപ്റ്റ് ചെയ്യുന്നത്? കാരണം ആയുർവേദ ചികിത്സയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു സൈഡ് എഫക്ട്സ് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയല്ലേ? ഒട്ടും അതിന് സൈഡ് എഫക്റ്റ് ഇല്ല. പ്രത്യേകിച്ച് അത് എപ്പോഴാണ് അവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്, നമുക്ക് അത് നമ്മളുടെ പിടിയിൽ വിട്ടുപോകുന്നു നമ്മളുടെ മനസ്സ് എന്നൊക്കെ തോന്നുന്ന ഒരു സന്ദർഭം അയാൾക്ക് തന്നെ ഉണ്ടാവും. ആ സമയത്ത് ഉടനെ വന്ന് മരുന്ന് കഴിക്കുകയും അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ട ഒരു ആവശ്യമാണെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുകയും അങ്ങനെ രോഗവിമുക്തി ഇടയ്ക്ക് ഒന്നിലധികം തവണ ഇടയ്ക്ക് വേണ്ടി വരാം. കാരണം അതിൻ്റെ ആ ചാനൽ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ചികിത്സകൾ അതിലാണ് വീണ്ടും തുടരെ എടുക്കേണ്ടി വരുന്നത് ചികിത്സ. ഇപ്പൊ ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ബഹുഭൂരിപക്ഷം ആളുകളും നേരിടുന്ന ഒരു പ്രശ്നമാണ് മൈഗ്രെയിൻ. എന്തുകൊണ്ടാണ് മൈഗ്രെയിൻ വരുന്നത്? ഒപ്പം തന്നെ അതിന്റെ ഒരു ചികിത്സാ രീതി എങ്ങനെയാണ്? മൈഗ്രെയിൻ എന്ന് പറഞ്ഞ നമ്മൾ ശിരശൂലം തലവേദന എന്നുള്ള ആ ഒരു വ്യാപകമായുള്ള അർത്ഥത്തിലാണ്. ഈ ബ്രെയിനിന്റെ പ്രവൃത്തിയുടെ അതിപ്രവൃത്തി അങ്ങനെയാണ്. നമ്മൾ പണ്ട് ഇത്ര ബ്രെയിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ധാരാളം കായികമായി പ്രവർത്തിക്കുകയും ബ്രെയിനെ കൊണ്ട് പ്രവർത്തിക്കുകയും അത്ര തന്നെ പ്രാധാന്യമില്ല. ഇപ്പൊ നോക്കൂ, കായികമായുള്ള പ്രവൃത്തികളോ അല്ലെങ്കിൽ ശാരീരികമായുള്ള പ്രവൃത്തികൾ കുറവും മനസ്സോ അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടോ ഉള്ള പ്രവൃത്തി വളരെ കൂടുതലാണ്. ഇപ്പോൾ പല ചെറുപ്പക്കാരോടും ചോദിച്ചാൽ 10 മണിക്കൂർ 12 മണിക്കൂർ ഒക്കെ ഞാൻ ജോലി ചെയ്യും എന്ന് പറയാണ്ട് ജോലി ചെയ്യേണ്ടി വരാറുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും നേരം ജോലി ചെയ്യും, അയാൾക്ക് ഉറക്കം ഇല്ലാതാവുകയും, പ്രത്യേകിച്ച് വേറൊരു രാജ്യത്തേക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളാണെന്ന് വെച്ചാൽ ആ രാജ്യത്തിനനുസരിച്ച് ജോലി ചെയ്യുമ്പോൾ ഉറക്കം ഉണ്ടാവില്ല. അവരുടെ സമയം അനുസരിച്ചാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഉറക്കം ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ വേണ്ടതായുള്ള റെസ്റ്റ്, വിശ്രമം തലച്ചോറിനോ ബുദ്ധിക്കോ മനസ്സിനോ കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അത് ബ്രേക്ക് ഡൗൺ ആവും. അതാണ് വരുന്നത് ഇതിന്. ഈ മൈഗ്രെയിനും വരുന്നത് മറ്റ് മാനസിക സംഘർഷങ്ങൾക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബഹിസ്ഫുരണമാണ്. ശരീരം പറയുകയാണ് നിങ്ങളോട് മതി, നിങ്ങൾ നിർത്തൂ, അല്ലെങ്കിൽ ഇതിന് വേണ്ടത് എന്താ വെച്ചാൽ ചെയ്യൂ എന്ന് പറയുകയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? തൽക്കാലം ഒരു മരുന്നോ അല്ലെങ്കിൽ ഒരു പെയിൻ കില്ലറോ അല്ലെങ്കിൽ അതിന് വേണ്ട എന്തെങ്കിലുമൊക്കെ കഴിച്ച്, അല്ലെങ്കിൽ തൽക്കാലം എന്തെങ്കിലും ഒരു ലേബോ തലയിൽ എണ്ണ തേക്കൊക്കെ ചെയ്ത് അതിനെ തൽക്കാലം മാറ്റി വീണ്ടും ആ ചാലിൽ കൂടെ വീണ്ടും നടക്കും. അതല്ല പറയുന്നത്. ശരീരം പറയുന്നത് നിങ്ങൾ ഇത് മാറ്റണം എന്ന് പറയാണ്. അതാണ് പറയുന്നത്. അപ്പോൾ ശരീരത്തിന്റെ വാക്കിനെ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, മനസ്സിന്റെ വാക്കിനെ അല്ല ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായിട്ടും. അപ്പോൾ ശരീരം നൽകുന്ന സൂചനകളെ അവഗണിക്കരുത്. അതാണ് പ്രധാനം. അപ്പോൾ വിശപ്പില്ല, അപ്പം നിങ്ങൾക്ക് രുചി ഒട്ടുമില്ല, സമയമായി 1 മണിയാവും ചെയ്തു, വയറ് നമ്മളുടെ ആമാശയം പറയുന്നു വിശപ്പൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. അപ്പോ മനസ്സ് പറയും 1 മണി എന്തായാലും ആഹാരം കഴിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, 1 മണിയായില്ലേ, തെറ്റാണ്. അല്ലെങ്കിൽ നേരെ തിരിച്ചു ആവാം. 1 മണിയായി, നല്ലോണം വിശന്നു, നല്ല വിശപ്പ് വന്നു, ശരീരം പറഞ്ഞു നല്ലോണം വിശക്കുന്നുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഞാനായാലും ശില്പയാലും ഈ പ്രവൃത്തി, ഈ ജോലി അങ്ങ് കഴിക്കട്ടെ, എന്നിട്ട് ഞാൻ കഴിക്കാം. അത് കഴിയാൻ 2:30 or 3 ആവും. അപ്പോഴെന്താണ് ആ അഗ്നിക്ക് പോവോ അല്ലെങ്കിൽ അത് മോശമാവുകയോ ചെയ്യും. രണ്ടാളും നോക്കും.
ഇപ്പോൾ ഭക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, ഞാൻ മറ്റൊരു ഇന്റർവ്യൂവിൽ സംസാരിച്ചപ്പോൾ ഒരു ഡോക്ടർ പറയുകയുണ്ടായി, പണ്ട് ഭക്ഷണം കിട്ടാത്തതിനെ തുടർന്നുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു മിക്ക ആളുകൾക്കും ഉണ്ടായിരുന്നു, വേണ്ടത്ര ഭക്ഷണം ലഭിക്കാത്തതിനെ തുടർന്ന് ഭക്ഷണം കൂടിപ്പോയതിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന രീതികളുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ സമയത്തിന്റെ പ്രശ്നമാണെന്നുള്ള ഒരു കൃത്യമായ ആഹാര രീതി എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ കൃത്യമായ സമയങ്ങൾ എപ്പോഴാണ് ആഹാരം കഴിക്കണം. 3 നേരം ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, 4 നേരം ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഒരുപാട് ഫാസ്റ്റിംഗ് രീതികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് നമുക്ക് ഏകാദശികളിലൊക്കെയാണ് നമ്മൾ ഫാസ്റ്റിംഗ് പറയുന്നത്, ഇന്നിപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെയുള്ള പുതിയ ആധുനിക രീതികൾ മുന്നോട്ട് വരുന്നുണ്ട്, ആളുകളിലേക്ക് കുറച്ചധികം അത് എത്തിപ്പെടുന്നുമുണ്ട്. അതിനെക്കുറിച്ച് കൂടി ഒന്ന്. സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം 3 നേരം ആഹാരം ധാരാളം. അതാണ് പഴയ രീതിയും ഇപ്പോഴും നല്ലത് അതാണ്. 3 നേരം രാവിലെ പ്രാതൽ കഴിക്കുകയും ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും നല്ല വിശപ്പ് വരും, ഉച്ചയ്ക്ക് കഴിക്കുകയും വൈകുന്നേരം അതുപോലെ കഴിക്കുകയും ചെയ്യുക. 3 നേരം ആഹാരം കഴിക്കാൻ സാധാരണ ഒരു ലൗകികനെ സംബന്ധിച്ചിടത്തോളം അതാണ് ശരി. ഇപ്പൊ ഏത് സമയത്താണ് ഭക്ഷണം കഴിക്കേണ്ടത്? ചിലർ പറയും വൈകിട്ട് ഒരു 7 മണിക്ക് മുന്നേ ഭക്ഷണം കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. എപ്പോഴും നേരത്തെ കഴിക്കുന്നത് തന്നെയാണ് ഹിതം. നിങ്ങൾ ഭക്ഷണം കഴിച്ച് ആഹാരം ഒരു ജീർണമാവുന്നതിൻ്റെ അവസ്ഥയോട് കൂടിയാണ് നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകേണ്ടത്. അപ്പോഴാണ് ആ ഉറക്കത്തിൻ്റെ ഗുണം മുഴുവൻ കിട്ടുന്നത്. ഭക്ഷണം മുഴുവൻ കഴിച്ച് മൂക്കറ്റം പോയി കിടന്നുറങ്ങുന്നതിന് ഉറക്കത്തിന് ക്വാളിറ്റി കുറവാകും. ഇപ്പോൾ ഗുരുകൃപയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലാലേട്ടൻ സ്ഥിരമായി അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ സ്ഥിരമായി വരുന്ന ഒരിടമാണ് ഗുരുകൃപ. ആ അനുഭവങ്ങളെ കുറിച്ച് കൂടി ഒന്ന്. അദ്ദേഹത്തിന്റെ എന്താ അനുഭവമാണ് പറയേണ്ടത്? അദ്ദേഹം ഇപ്രാവശ്യം വന്നിരുന്നോ ഈ ഒരു 2025? ഇപ്പോ ഒന്ന് എനിക്ക് തോന്നുന്നു 2 കൊല്ലമായിട്ടില്ല, വിളിക്കാറുണ്ട്. 2 കൊല്ലമായിട്ട് വരാറില്ല. അദ്ദേഹത്തിന് ഭയങ്കര തിരക്കാണ്. അദ്ദേഹത്തിൻ്റെതായുള്ള ഒരു സിനിമ തീരാത്തതിന്റെ ഒക്കെ ഉണ്ടായിരുന്നു, ഏത് ബാറോസ് എന്നൊക്കെ പറഞ്ഞു, അത് റിലീസായി. അത് കഴിഞ്ഞ് പിന്നെന്തോ വേറെ പുതിയ സിനിമകളിലൊക്കെ ഭയങ്കര തിരക്കിലായിരുന്നു. അതിനിടയ്ക്ക് ആ കോവിഡ് കാലത്ത് ഒരുപാട് സമയം ഇവിടെ ഉണ്ടായിരുന്നു, 2-3 തവണ കണ്ടിരുന്നു ആ സമയത്ത്. അതെ. അപ്പോ ആ സമയത്ത് തങ്ങിയതിനു ശേഷം ആ കാലത്ത് പെൻഡിങ് ആയുള്ള സിനിമകളൊക്കെ കൂടിയിട്ട് ഒന്നിച്ച് വരികയും അതിന്റെ തിരക്ക് കൂടി വരണം എന്ന് എനിക്ക് മോഹമുണ്ടെന്നൊക്കെ പറയുന്നല്ലാതെ അദ്ദേഹത്തിന് അതിന് കഴിയാറില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടൊരു നമുക്കൊരു പേഷ്യൻ എന്ന് പറഞ്ഞാൽ, ഇത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല. നമ്മൾ എന്ത് പറഞ്ഞാൽ അതുമാതിരി ഇവിടെയല്ല അവിടെയായാലും അതനുവർത്തിക്കും. പഥ്യം നമ്മൾ 1 മാസം പഥ്യം വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ 1 മാസം വിളിക്കും, അതിൻ്റെ ഇടയ്ക്ക് വിളിക്കും, ഇന്ന് 15 ദിവസം കഴിഞ്ഞു കേട്ടോ, അതേമാതിരിയാണ് ഞാൻ ഇരിക്കുന്നത്. അതുപോലെ 29 ദിവസമായ നാളത്തോടെ എൻ്റെ കഴിയായി, ഇനി ഞാൻ എങ്ങനെയാണ് വേണ്ടത് എന്ന് കൃത്യമായി പറയുന്ന ആള് വളരെ കുറവാണ്. വളരെ കുറവാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ തിരക്കുകൾക്കിടയിൽ അത് നോക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊക്കെ അദ്ദേഹത്തിന് പ്രശ്നമല്ല. അതുപോലെ ഇവിടെ വന്നാൽ നമ്മൾ പറയുന്ന അനുസരിച്ചുള്ള ദിവസം, അതാണ് എത്ര ദിവസം എനിക്ക് തിരക്കുണ്ട് പോണം എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ പറയും ഇത്ര ദിവസം, 14 ദിവസം, 21 ദിവസം, 1 മാസമാണ് തയ്യാറാണ്. 1 മാസം കഴിഞ്ഞുള്ള ഡേറ്റ് പിന്നെ അദ്ദേഹം വേറെയുള്ള ആൾക്ക് കൊടുക്കും എന്നർത്ഥം. നമ്മൾ പറയുന്നതാണ് അതിലെ കാര്യം. ഇവിടെ വരുന്നത് ഇപ്പോ അജിത്ത്, തമിഴ് സിനിമ അജിത്ത് വന്നതിന് ശേഷം പങ്കുവെച്ച ഒരു കത്ത്, അദ്ദേഹത്തിന് കൈപ്പടയിൽ എഴുതിയ കത്ത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നീട് സംസാരിക്കുകയുണ്ടായിരുന്നു, പിന്നീട് വന്നിരുന്നോ? പിന്നീട് വന്നിട്ടില്ല അദ്ദേഹം. ഇവിടെ ആയിരുന്നു. വളരെ എന്താ പറയണ്ട, സിനിമാ നടന്മാരൊക്കെ ഇത്രയും എന്താ പറയണ്ടേ, നമ്മളുടെ സ്റ്റാഫിനോടും മറ്റുള്ളവരോടൊക്കെ ഇത്രയും സൗഹൃദമായിട്ട് പെരുമാറുന്ന നടന്മാരൊക്കെ വളരെ കുറവാണ്. അജിത്തൊക്കെ നമ്മളുടെ കുക്കിനോടും അവിടെയുള്ള മറ്റെന്താണ് മസാജ് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ അത്രയും ഒരു കൂട്ടുകാരെ പോലെ പെരുമാറുകയും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തു. അവർക്ക് വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ സഹായിക്കുക. ഇവിടെ ഒരു കുട്ടിക്ക് നമ്മളുടെ ഒരു സ്റ്റാഫിന് കണ്ണിന് പ്രശ്നമുണ്ട്, അപ്പൊ അയാൾ ഇങ്ങനെ നോക്കണം. അപ്പൊ എന്നോട് ചോദിച്ചു എന്താണ് ഇയാൾക്ക് കണ്ണിന് പ്രശ്നം. അയാൾക്ക് ബൈ ബർത്ത് ഉള്ളതാണ്, ചികിത്സിച്ചാൽ അതുകൊണ്ട് ഗുണമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർമാരൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളിവിടെ
ഞങ്ങളുടേതായിട്ടുള്ള ഈ കണ്ണിലെ തർപ്പണം മുതലായുള്ള അക്ഷരോഗത്തിനുള്ള ചികിത്സ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യൂ, അതിലുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ തരൂ, ഞാൻ ഒന്ന് അവിടെയുള്ള തമിഴ്നാട്ടിലെ ഏറ്റവും നല്ല കണ്ണ് അലോപ്പതി ആധുനിക ചികിത്സയിലുള്ള ആളെ കാണിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. വിരോധമുണ്ട് വെച്ചു, എനിക്ക് വിരോധമില്ല. അതനുസരിച്ച് ഇദ്ദേഹത്തിന് ട്രെയിൻ ടിക്കറ്റും ഒക്കെ ഏർപ്പാട് ചെയ്ത് ഇയാളെ അങ്ങ് അയച്ച് അവിടെ നോക്കി ചികിത്സിച്ച് തിരിച്ചു കൊണ്ട് സമ്മതിച്ചു. അവരും പറഞ്ഞത് ഇത് വലിയ ഇമ്പ്രൂവ്മെന്റ് വരാൻ സാധ്യതയുള്ളൊരു ഇതല്ല എന്ന രോഗമല്ല എന്നാണ്. അത്രയും അടുത്ത് ആളുകളെ മനസ്സിലാക്കുക എന്നുള്ളത്. അതെ അതെ, അത് അറിഞ്ഞപ്പോ അതൊരു ഇവരോട് അത്രയും പെരുമാറി അവർക്ക് എന്താണ് പ്രശ്നങ്ങൾ എന്ന് അറിയണല്ലോ, അത് ചോദിക്കുകയും പറയൊക്കെ ചെയ്യണല്ലോ. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഹൈ പ്രൊഫൈൽ ഉള്ളവരൊന്നും ഒരു പതിവില്ല. റൂമിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കുകയും കാണാൻ അനുമതി വാങ്ങുകയും ഒക്കെ വേണ്ടി വരുമല്ലോ. അദ്ദേഹം അങ്ങനെയൊന്നുമില്ല. മറ്റ് ഗുരുകൃപയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ എത്ര വർഷമായി ഗുരുകൃപ തുടങ്ങിയിട്ട്? എന്തൊക്കെ ചികിത്സാ രീതികളാണ് നമുക്ക് ഗുരുകൃപയിലുള്ളത്? പാക്കേജുകളാണോ, അതെങ്ങനെയാണ്? ഈ പറഞ്ഞത് ഇല്ല അവിടെ, പാക്കേജുകളില്ല എന്നില്ല. 2004 മുതൽക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2025 പാക്കേജ് ഇല്ല. സാധാരണഗതിയിൽ രോഗം മാറാനുള്ള സമയം അത് 14 ദിവസത്തിൽ കുറഞ്ഞ് നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ അത്ര സമ്മതിക്കാറില്ല. അപൂർവം ആൾക്കാർ 7 ദിവസമെങ്കിലും ചെയ്യും, ഞങ്ങൾക്ക് ലീവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ പ്രഷർ വന്ന് അങ്ങനെയൊക്കെ അല്ലേ അവിടുന്ന് ആൾക്കാരെ വിളിച്ച് പറയുക, അങ്ങനെയൊക്കെ ചെയ്യും. അവരങ്ങനെയുള്ള ആൾക്കാരാവും. വിളിച്ച് പറയുമ്പോൾ 7 ദിവസം കുറഞ്ഞ് ഒരിക്കലും ചെയ്യാറില്ല. അപൂർവം 7 ദിവസം, അപൂർവമാണത്. ഞാൻ പറയും, ഒന്നും പ്രതീക്ഷിക്കരുത്. ഇവിടെ വന്നു നിങ്ങളൊന്ന് ചെയ്തു എന്ന് മാത്രമേ പ്രതീക്ഷിക്കാവൂ. 7 ദിവസത്ത് അല്ലെങ്കിൽ അത്രയൊക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങൾ വേറെ ഉണ്ട്, അവിടേക്ക് പോവാം. ഇപ്പൊ ഈ 14 ദിവസം എന്ന് പറഞ്ഞല്ലോ, ഈ 14 ദിവസം നമ്മൾ അവിടെ താമസിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അതിപ്പോ വീടുകൾ അടുത്താണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ, പോയി വരാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ? ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എനിക്കൊരു ചികിത്സ വേണമെച്ചാൽ ഞാൻ അവിടെ പോയി. ഈ ഹോസ്പിറ്റലിൽ എൻ്റെ വീടിന് കൂടി 1.5 മണിക്കൂറിൽ എനിക്ക് കാറിൽ വരാൻ പറ്റും. ഞാൻ ചെയ്യാറില്ല. കാരണം ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് വേറൊരാളോട് ശില്പോട് പറയാൻ പറ്റും. അല്ലാതെ ഞാനൊന്ന് ചെയ്യുകയും ഞാൻ ശില്പോട് വേറൊന്ന് പറയുകയും ചെയ്യുന്നത് ഒരു തരം ആപത്യം. ഞാനത് ശീലിച്ചിട്ടില്ല. മെയിൻ ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് ഉണ്ടോ? സ്പെഷ്യലൈസേഷൻ എന്നില്ല, നമുക്ക് കളരി കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അസ്ഥി സംബന്ധമായും മർമ്മ സംബന്ധമായുള്ള ഒരുപാട് കേസസ്. ഇപ്പോൾ നമ്മൾ ഡിസ്കിൻ്റെ പ്രൊലാപ്സ്, ഒന്ന് നട്ടലിൻ്റെ മുഴുവൻ, സെർവിക്കൽ സൈഡായാലും ലുംബാർ സൈഡായാലും നട്ടലിൻ്റെ മുഴുവൻ കാര്യങ്ങളും, അതുപോലെ ആക്സിഡൻറ്റ് കേസസ് നിറയെ, അതുപോലെ പക്ഷോഭം, ഒരു സൈഡ് കുഴഞ്ഞത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ സ്കിൻ ഡിസീസസ്, സോറിയാസിസ് മുതലായ കാര്യങ്ങൾ. ഇതിനൊക്കെയാണ് കുറച്ചുകൂടി ഊന്നൽ നൽകുന്നത്. അതിലാണ് അധികം ആൾക്കാർ വരാറുള്ളത്. മറ്റുള്ളവരും വരാറുണ്ട്, വയറിൻ്റെ പ്രശ്നങ്ങളുള്ളവർ വരാറുണ്ട്, പിന്നെ വാതരക്തം, ചായരക്തവാദം ആയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ആർത്തറൈറ്റിസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളം വരാറുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിലും സംസാരിച്ചതിലും. നന്ദി. സന്തോഷം.